ഈ ഗവൺമെൻറ്റിൻ്റെ ദൗർബല്യമാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ വിവരമില്ലായ്മയാണ്. ഒരു ജയിൽ, സെൻട്രൽ ജയിൽ ചാടി ഒരു തടവ് പുള്ളി രക്ഷപ്പെട്ടു എന്ന് പറയുമ്പം ആ സെൻട്രൽ ജയിലിലെ സെക്യൂരിറ്റി എന്താണ്, ആ സെക്യൂരിറ്റിയുടെ പോരായ്മ എന്തുകൊണ്ട് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിച്ചില്ല? അതിനൊക്കെ വേരിയസ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. ജയിലിൻ്റെ അകത്തും പുറത്തുമായി 2-3 ഗ്രൂപ്പുകളുണ്ട്. അവർ ഒന്നല്ലെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. പക്ഷേ എവിടെയായത്? ഇതിപ്പോൾ കഴിവുകെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാനത്ത് ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുമെന്ന് പറയാനേ ഉള്ളൂ. കാരണം ഇതിനു മുമ്പ് ഇതിപ്പോൾ ജയിലാണെങ്കിൽ ബാക്കിയുള്ളത് എന്തെല്ലാം തികഞ്ഞ എന്താ പറയുക, ബുദ്ധിശൂന്യത കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കഥകൾ എത്രയുണ്ട്, ഒരുപാടില്ലേ. മരണങ്ങൾ എത്ര നടന്നു? ആ മരണങ്ങളിലെല്ലാം സർക്കാരിൻ്റെ നിസ്സഹായാവസ്ഥയെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ അവരുടെ കഴിവുകേടിൻ്റെ പര്യായമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഒരു നാണം കെട്ട, ഒരു കഴിവുകെട്ട ഒരു സർക്കാർ ഇതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കണം. ഇതിനെക്കുറിച്ച് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണം. അതിന് ഞാൻ പറയുന്നു, ആ ജയിലിൽ തന്നെ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ജമ്പിങ്. കേന്ദ്ര അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ CBI അന്വേഷണം കൊണ്ട് ഇതിൻ്റെ അകത്ത് ജയിലിൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കണം.